അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ബിഗോണിയ പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട്. നല്ല വെറൈറ്റി പ്ലാന്റ്സ് ആണ്. ഞാൻ അതൊന്ന് കാണിക്കാമേ ഏതൊക്കെയാണെന്ന്. ഇതുണ്ടോ, നല്ല ട്വിസ്റ്റഡ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതുണ്ടോ, നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് കിട്ടിയേക്കുന്നത്. ഇതുണ്ടോ, ഒരു 5 വെറൈറ്റി ബിഗോണിയ പ്ലാന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിതൊന്ന് നടാനായിട്ട് പോവാം. ഇതാണ് ഇങ്ങനെ വള്ളിയായിട്ട് പോകുന്നത് ബിഗോണിയ. ഇത് തന്നെ ഉള്ള പഴയൊരു ടൈപ്പാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് നടാൻ പോവാണേ. അതാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചട്ടി എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ വേര് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് നിറച്ച് ഇല ഇട്ടിട്ട് കുറച്ച് മണ്ണൂടിട്ടാണ് ചെടി നടുന്നത്. അപ്പോൾ അങ്ങനെ നടുമ്പം ചെടികളെല്ലാം വേഗത്തിൽ പിടിച്ച് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഒത്തിരി മണ്ണിട്ട് കഴിഞ്ഞാലും നല്ല വെയിറ്റ് ആയിരിക്കും. അതുകൊണ്ട് മണ്ണ് നമ്മൾ കുറച്ചിട്ടിട്ട് കൂടുതൽ കരിയില ഇട്ടിട്ടാണ് നമ്മൾ ഇത് നടുന്നത്. ഏത് കരിയില വേണേലും നമുക്ക് എടുക്കാം, മാവിൻ്റെയോ. ഇതിപ്പോൾ ചാമ്പയുടെ നമുക്ക് കുറച്ച് ഉണ്ടായിരുന്നല്ലോ, അതാണ് നമ്മൾ എടുക്കുന്നത്. നിറച്ചിടും. അപ്പം ഇങ്ങനെ ആകുമ്പം വേരും പെട്ടെന്ന് പിടിക്കും, നല്ല വെയിറ്റ് കുറവുമാണ്. നമുക്ക് ഇഷ്ടം അനുസരിച്ച് എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യാം. ഇനിയും കുറച്ച് മണ്ണും കൂടി ഇടണേ. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് ഇതിനകത്തേക്ക് ഇടുവാണ്. കരിയിലയാണ് കൂടുതലിട്ടേക്കുന്നത്, മണ്ണ് കുറച്ചുമാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ കണ്ട് ഈ ബിഗോണിയ നടുവാണേ. ചെറിയൊരു കുഴി പോലെ എടുത്തിട്ട് അതിനകത്തോട്ട് ഇറക്കി വയ്ക്കും. അപ്പോൾ നമ്മൾ കണ്ട് ഈ ബിഗോണിയ നടുവാണേ. ചെറിയൊരു കുഴി പോലെ എടുത്തിട്ട് അതിനകത്തോട്ട് ഇറക്കി വയ്ക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ബിഗോണിയും നമുക്ക് നട്ട് എടുക്കാവേ. അപ്പോൾ നമ്മൾ ഇതേണ്ട എല്ലാ ചെടിച്ചട്ടി ഇതുപോലെ തന്നെ നിറച്ചെടുത്ത് ഇലയും മണ്ണും മാത്രം ഇട്ടാൽ നിറച്ച് നമുക്ക് ഓരോന്നും നട്ടു കൊടുക്കാം. ഇതെല്ലാം പിടിച്ച് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്കും തരാമേ. ഇതാണ് വൈൻ ബിഗോണിയായ, അത് ഇങ്ങനെ വള്ളി പോലെ പടർന്നു പോകുന്നത്. അപ്പോൾ ഒത്തിരി എടുത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ആഗ്രഹിച്ചിട്ട് ഇപ്പോഴാണ് കിട്ടിയത്. നമ്മൾ ഒത്തിരി പശ പോലത്തെ മണ്ണിലൊക്കെ നടുമ്പോഴത്തേക്കും നമുക്ക് പിടിച്ചു കിട്ടാനൊക്കെ പാടാം. അപ്പോൾ ഇങ്ങനെ നടുവാണെങ്കിൽ എളുപ്പത്തിൽ പിടിച്ചിട്ട്, ഇപ്പോൾ മിക്കവാറും ചെടികളൊക്കെ ഇങ്ങനെയാണ് നടുന്നത്. എല്ലാം നല്ല രീതിയിൽ തന്നെ പിടിച്ചു കിട്ടുന്നുണ്ട്. മറ്റേത് നടുന്നതിൽ നമുക്കിത് കൊണ്ടു നടക്കാനാണേലും ഒക്കെ എളുപ്പമാണ്, പിടിച്ചു കിട്ടുകയും ചെയ്യും. ഇനി ഇത് കുറച്ച് ദിവസം 2 ദിവസം തണലത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിൽ അത്യാവശ്യം കിട്ടുന്നിടത്തോട്ട് വെച്ച് വളർത്താം. അപ്പോൾ നമ്മുടെ ഇതെല്ലാം നട്ട് കഴിഞ്ഞു. അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് നട്ട് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ മൊത്തം ഒന്ന് നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് നട്ട് നോക്കണം. അപ്പം വീഡിയോ യൂസ്ഫുൾ ആയാലും ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.